നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ദിയ ബിനു പുളിക്കക്കണ്ടം പുറത്തേക്ക്. ദിയ ഉൾപ്പെട്ട ആ സ്വതന്ത്ര കൂട്ടായ്മ മുന്നണിക്ക് പാരയായത് കുടുംബ കൂട്ടായ്മ. വിശദമായ റിപ്പോർട്ടിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. പാലായിൽ ഇടതുമുന്നണി കൊണ്ടുവന്ന അവിശ്വാസം പാസായി. നഗരസഭാ ഭരണം UDF-ന് നഷ്ടമായി. ഹാജരായ 17 പേരും പ്രമേയത്തെ അനുകൂലിച്ചു. വോട്ട് ചെയ്തവരിൽ വിപ്പ് ലംഘിച്ചെത്തിയ 4 കോൺഗ്രസ് കൗൺസിലർമാരും. പുറത്തായത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ. PSCക്കെതിരെ വീണ്ടും വിവരാവകാശ കമ്മീഷൻ. ഉത്തരവ് നടപ്പാക്കാതെ ഉദ്യോഗസ്ഥർ ഒത്തുകളിക്കുന്നുവെന്നും നടപടി വേണമെന്നും ആവശ്യം. ആലപ്പുഴയിൽ PSC ചോദ്യപേപ്പർ മാറി നൽകിയ സംഭവത്തിൽ വീഴ്ചയുടെ ഉത്തരവാദിത്തം സ്കൂൾ പ്രിൻസിപ്പലിനും PSC ഉദ്യോഗസ്ഥനായ അഡീഷണൽ ചീഫ് സൂപ്രണ്ടിനുമെന്ന PSC ജില്ലാ ഓഫീസറുടെ റിപ്പോർട്ട്. പരീക്ഷ വീണ്ടും നടത്തും. നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതി ഡോക്ടർ റാമിന്റെ ജാമ്യത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണത്തിൽ DGPയോട് റിപ്പോർട്ട് തേടി ആഭ്യന്തരമന്ത്രി. തുടർ നടപടികൾക്കായി പുതിയ അന്വേഷണ സംഘം. സിക്കിമിൽ തുരങ്ക നിർമ്മാണ സ്ഥലത്തെ മണ്ണിടിച്ചിലിൽ 8 തൊഴിലാളികൾ മരിച്ചു. നിരവധി പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് സൂചന. കാണാതായവരിൽ കോട്ടയം സ്വദേശി. നീറ്റ് ചോദ്യപേപ്പർ ചോർത്തിയവരെ ജയിലിലടയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ സമരം ശക്തമാക്കാൻ CJP. പാർലമെന്റിലേക്ക് ഇന്നും മാർച്ച്. ജന്തർ മന്ദറിലെ സമരപന്തൽ വീണ്ടും സ്ഥാപിച്ചു. മർദ്ദനമേറ്റവരോട് മാപ്പ് ചോദിച്ച് അഭിജിത്ത് ദീപ്കെ. ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഓർമ്മകൾക്ക് ഒരാണ്ട്. പുന്നപ്ര വലിയ ചുടുകാട്ടിൽ അനുസ്മരണ പരിപാടികൾ. VS ഒരു കാലഘട്ടത്തിന്റെ പ്രതിരൂപമെന്ന് പിണറായി വിജയൻ. പുന്നപ്രയിലെ VSന്റെ വീട്ടിൽ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. ആലപ്പുഴയിലെ പൊതുസമ്മേളനം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലായിൽ ഇടതുമുന്നണി കൊണ്ടുവന്ന അവിശ്വാസം പാസായി. നഗരസഭാ ഭരണം UDF-ന് നഷ്ടമായി. ഹാജരായ 17 പേരും പ്രമേയത്തെ അനുകൂലിച്ചു. വോട്ട് ചെയ്തവരിൽ വിപ്പ് ലംഘിച്ചെത്തിയ 4 കോൺഗ്രസ് കൗൺസിലർമാരും ഉണ്ട്. പുറത്തായത് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സണാണ്. പ്രശാന്ത് ജോസഫ് ചേർന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായി. ആദ്യം തന്നെ പറയട്ടെ പ്രശാന്ത്, രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ അധ്യക്ഷ എന്ന പേരിലായിരുന്നു ദിയ ബിനു പുളിക്കക്കണ്ടം അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അറിഞ്ഞത്. പക്ഷേ അന്ന് അത് എങ്ങനെയാണ് പാലയിൽ നഗരസഭയിൽ അവരെ എത്തിയത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാഴ്ച. പക്ഷേ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പറയേണ്ടി വരുന്നത് ഒരു സ്വതന്ത്ര കൂട്ടായ്മയിൽ നിന്ന് നഗരസഭ ഭരിച്ചിരുന്ന, കോൺഗ്രസ് പിന്തുണയോടുകൂടി ഭരിച്ചിരുന്ന ആ കൂട്ടായ്മ ദിയ ബിനു പുളിക്കക്കണ്ടം കുടുംബ കൂട്ടായ്മയുടെ പേരിൽ അങ്ങനെ പക്ഷപാതപരമായി എടുത്ത ചില തീരുമാനങ്ങളുടെയൊക്കെ പേരിൽ, ആരോപണങ്ങളുടെ പേരിൽ നഗരസഭാധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് പോകുന്നു. തീർച്ചയായും സ്വപ്ന, രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർപേഴ്സൺ എന്നായിരുന്നു ദിയ ബിനു പുളിക്കക്കണ്ടം അറിയപ്പെട്ടിരുന്നത്. ആ ദിയ ബിനു പുളിക്കക്കണ്ടം ഇന്ന് നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ, അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ പുറത്തായിരിക്കുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ്, അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതിന് മുന്നിട്ട് നിന്നിരുന്ന നഗരസഭയുടെ പ്രതിപക്ഷ നേതാവായ ബിജു പാലിപ്പടവൻ ചേരുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന അവിശ്വാസം വിജയിച്ചിരിക്കുന്നു. ഏതായാലും വലിയ ആത്മവിശ്വാസം തന്നെയായിരുന്നു ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള കാര്യങ്ങൾ? ഇതേ സംബന്ധിച്ച് കാലം കാത്തുവെച്ച ഒരു കാവ്യനീതിയാണ്. ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് MLA-യും MP-യും ജോസഫ് ഗ്രൂപ്പും ഏതെങ്കിലും തരത്തിൽ ജയിക്കുന്നതിന് വേണ്ടി ഈ കുടുംബ കൂട്ടായ്മയായിട്ട് ചേർന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇവിടെ പൊളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങൾ വളഞ്ഞ വഴി കൂടെ ഭരണം പിടിക്കാനല്ല, ഞങ്ങളെ സംബന്ധിച്ച് നീതിക്ക് വേണ്ട പോരാട്ടത്തിൽ ഞങ്ങൾ അവിശ്വാസം ആദ്യം പറഞ്ഞത് ഞങ്ങളല്ല. അവിശ്വാസം കോൺഗ്രസ്, പാലായിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു. അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ധാർമ്മിക ഉത്തരവാദിത്വം പ്രതിപക്ഷ നിലയിലുള്ളതുകൊണ്ട്, ഞങ്ങൾ കോറമുള്ളതുകൊണ്ടും ഞങ്ങൾ അവിശ്വാസത്തിന് നോട്ടീസ് കൊടുത്തു. അപ്പോൾ ധാർമ്മികമായ പിന്തുണ, അതായത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ 17 പേര് പങ്കെടുത്തു. ആ 17 പേര് പങ്കെടുത്തുകൊണ്ട് അവരിൽ ആരുമായിട്ട് സഹകരിച്ചു പോകുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല.
ഏതായാലും ഒരു ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് വരും. ആ ഒരു ഘട്ടത്തിൽ LDFിൻ്റെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു നിലപാട് എങ്ങനെയായി? കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ ഈ കുടുംബ കൂട്ടായ്മയായിട്ട് പഠനം നടത്താമായിരുന്നു. പക്ഷേ ഞങ്ങളതൊന്നും ഏറ്റെടുത്തില്ല. ആ നിലപാട് തന്നെയാണ് ഇവരുടെ പരോക്ഷമായ പിന്തുണ സ്വീകരിച്ചു പോലും ഞങ്ങൾക്കത് വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഞാനിവിടെ സൂചിപ്പിച്ച പോലെ നമ്മളെ സംബന്ധിച്ച് ഈ 17 പേരും ധാർമ്മികമായിട്ട് സത്യത്തിന് വേണ്ടി നിന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരെ ആര് വേണമെങ്കിലും നമുക്ക് പിന്തുണയ്ക്കാമല്ലോ. ഒരു സഹകരണം ഉണ്ടാകും കോൺഗ്രസുമായിട്ട്. ഒരു സഹകരണം കോൺഗ്രസുമായിട്ട് ഉള്ള സഹകരണം നല്ലോ ഇതിനർത്ഥം. സ്വാഭാവികമായിട്ടും മുനിസിപ്പൽ കൗൺസിലിൻ്റെ അല്ലെങ്കിൽ പാലാ മുനിസിപ്പാലിറ്റി അനാഥമായിരിക്കാൻ വേണ്ടി ഇപ്പോൾ നല്ലൊരു ഭരണം വരാൻ വേണ്ടി ഞങ്ങൾ സ്വാഭാവികമായിട്ടും സഹകരിച്ചല്ലേ പറ്റുള്ളൂ, അല്ലാതെ പറ്റത്തില്ലല്ലോ. തീർച്ചയായും. അപ്പോൾ ബിജു പാലിപ്പടവൻ പറയുന്ന അത് തന്നെയാണ്. പാലായിൽ നല്ലൊരു ഭരണം ഉണ്ടാവണം. കഴിഞ്ഞ 6 മാസമായി പാലാ നഗരസഭയിൽ ഒരു തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടന്നിരുന്നില്ല. അത് കോൺഗ്രസും ചൂണ്ടിക്കാട്ടുന്നു. ഭരണത്തിൽ പക്ഷപാതപരമായ സമീപനമാണ് സ്വതന്ത്ര കൂട്ടായ്മ സ്വീകരിച്ചിരുന്നത്. അതിനെതിരെയുള്ള ഒരു അവിശ്വാസ വോട്ടെടുപ്പാണ് ഇന്ന് നടന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വിപ്പ് തങ്ങളാരും കൈപ്പറ്റിയിട്ടില്ല. ഈ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ വിപ്പ് കൈപ്പറ്റിയിട്ടില്ല. തങ്ങൾ സ്ഥലത്തില്ലായിരുന്നു. എവിടെയെങ്കിലും വിപ്പ് പതിച്ചിട്ടുണ്ടെങ്കിൽ അത് തങ്ങൾക്കറിയില്ല. തങ്ങളെത്തി തങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് പാലായുടെ വികസനത്തിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കോൺഗ്രസിന്റെ കൗൺസിലർമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും സ്വതന്ത്ര കൂട്ടായ്മയുടെ ഭരണം നഷ്ടമായിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി കോൺഗ്രസിന്റെ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത കൗൺസിലർമാർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഒരു സഹകരണത്തിൽ മുന്നോട്ട് പോകും. അത് എത്തരത്തിലെന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയില്ല. ഏതായാലും UDFിന്റെ തന്നെ ഒരു ഭരണം നഗരസഭയിൽ ഉണ്ടാകും. അതായത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു ഭരണം തന്നെ ഉണ്ടാകുമെന്ന് അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ആയിരിക്കും. ഏതായാലും സ്വതന്ത്ര കൂട്ടായ്മയെ ഭരണത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഈ രണ്ട് കൂട്ടരും ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നടപ്പായിരിക്കുന്നു. ദിയ ബിനു പുളിക്കക്കണ്ടം രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ. തീർച്ചയായും അത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇനി അടുത്ത പാലാ നഗരസഭയിൽ എന്താണ് സംഭവിക്കുന്നത്, ആരാണ് ഭരണത്തിലേക്ക് എത്തുന്നത് എന്നാണ് വഴിയെ കാണാനിരിക്കുന്നത്. ആലപ്പുഴയിൽ PSC ചോദ്യപേപ്പർ മാറി നൽകിയ സംഭവത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിക്ക് PSC ആഭ്യന്തര വിജിലൻസ് അന്വേഷണം തുടങ്ങി. PSC ജില്ലാ ഓഫീസർ റിപ്പോർട്ട് കൈമാറി. വീഴ്ചയുടെ ഉത്തരവാദിത്തം ചീഫ് സൂപ്രണ്ടായ സ്കൂൾ പ്രിൻസിപ്പലിനും PSC ഉദ്യോഗസ്ഥനായ അഡീഷണൽ ചീഫ് സൂപ്രണ്ടിനുമെന്നാണ് റിപ്പോർട്ട്. LGS പ്രാഥമിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ആലപ്പുഴ ലജ്നത്ത് സ്കൂളിൽ മാറി നൽകിയത്. ലജ്നത്ത് സ്കൂളിൽ പരീക്ഷകൾ ഇനി നടത്തില്ലെന്ന് PSC വ്യക്തമാക്കി. ചോദ്യപേപ്പർ മാറി നൽകിയ ഉദ്യോഗാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തും. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച് സംഘം. കൂടുതൽ പരീക്ഷകളിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ഉത്തരവ് നടപ്പാക്കാത്ത PSCക്കെതിരെ വീണ്ടും വിവരാവകാശ കമ്മീഷന് മുന്നിൽ പരാതി നൽകി. PSC പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം കൂടുതൽ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. മറ്റു പരീക്ഷകളിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നത് അന്വേഷിക്കും. ആസൂത്രണ ബോർഡിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ SITക്ക് PSC കൈമാറിയിരുന്നു. എന്നാൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ഈ രേഖകൾ ഉദ്യോഗാർത്ഥികൾക്ക് PSC കൈമാറിയിട്ടില്ല. ഒരു റാങ്ക് പട്ടിക കൂടി വരാനിരിക്കെ ഈ ഘട്ടത്തിൽ കൈമാറാനാകില്ല എന്നാണ് അപേക്ഷകർക്ക് നൽകിയ മറുപടി. ഉത്തരവ് നടപ്പാക്കാതെ PSC ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ച് ഉദ്യോഗാർത്ഥികൾ വീണ്ടും രംഗത്ത് വന്നു. വിവരാവകാശ കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. അതേസമയം വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു PSC നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. PSC അഴിമതിക്കും ക്രമക്കേടിനുമെതിരെ യുവമോർച്ച പ്രവർത്തകർ മലപ്പുറം PSC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി വരുൺ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട സമരം ശക്തമാക്കാനൊരുങ്ങി കോക്രോച്ച് ജനതാ പാർട്ടി. പാർലമെന്റിലേക്ക് ഇന്ന് മാർച്ച് നടത്താനാണ് നീക്കം. കൂടുതൽ പേർ സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജന്തർ മന്ദറിലെ സമരപന്തൽ വീണ്ടും സ്ഥാപിച്ചു. മർദ്ദനമേറ്റവരോട് അഭിജിത്ത് ദീപ്കെ മാപ്പ് ചോദിച്ചു. ദില്ലി പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചുവെന്ന ഗുരുതരമായ ആരോപണവും CJP നേതാക്കൾ ഉന്നയിക്കുന്നു. അതേസമയം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിൽ പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തു. 100-ലധികം ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും 20-ലധികം വാഹനങ്ങൾ തകർത്തുവെന്നും പോലീസ് പറയുന്നു. तो पता चल गया कि सरकार को बच्चों की जान की चिंता नहीं है. जिस तरह से दिल्ली पुलिस के कर्मचारी लाठियां घुमा रहे थे बच्चों के ऊपर, जिस तरीके से सर फोड़ रहे थे, उससे तो एक चीज क्लियर पता चलती है, उनको ऑर्डर्स मिले थे कि किसी की जान भी जाए तो चलेगा. लेकिन इन लोगों को इतना पीटो कि इसके बाद ये लोग कभी सरकार से सवाल ही ना करें. अगर मार्च को रोकना ही था तो ये वाटर कैनन गन्स भी यूज कर सकते थे. बच्चे
നീറ്റ് ചോദ്യപേപ്പർ ചോർത്തിയവരെ ജയിലിലടയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് പരാമർശം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ശക്തമാകുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. നിതിൻ രാജിന്റെ മരണത്തിലെ മുഖ്യപ്രതിയായ ഡോക്ടർ റാമിന്റെ ജാമ്യത്തിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണം. DGPയോട് ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടി. കേസിന്റെ തുടർ നടപടികൾക്കായി പുതിയ അന്വേഷണ സംഘത്തിന് ചുമതല നൽകി. SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. പോലീസിന് ഏറെ അവമതിപ്പുണ്ടാക്കിയ കേസിലാണ് ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കോളിളക്കമുണ്ടാക്കിയ കേസിലെ മുഖ്യപ്രതി 3 മാസത്തോളം ഒളിവിലായിരുന്നു. സുപ്രീംകോടതി മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്നാണ് അന്വേഷണ സംഘം ആന്ധ്ര കർണാടക സംസ്ഥാനങ്ങളിൽ തെരച്ചിൽ നടത്തി ഡോക്ടർ റാമിനെ പിടികൂടിയത്. എന്നിട്ടും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നാണ് ആരോപണം. കോടതിയിൽ ഹാജരാക്കുമ്പോൾ കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ കാര്യക്ഷമമാക്കിയിരുന്നില്ല. സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുള്ള നടപടികളും പാലിച്ചില്ല. അത്യന്തം നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ അരങ്ങേറിയത്. പ്രതിയെ രക്ഷിക്കാനായി അന്വേഷണ സംഘം ഒത്തുകളിച്ചുവെന്ന ആക്ഷേപം ശക്തമാണ്. പോലീസ് പ്രതിക്കൂട്ടിലായ സംഭവത്തിൽ ഇപ്പോൾ DGPയോട് ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട എല്ലാ നിബന്ധനകളും സുപ്രീം കോടതി ഉത്തരവുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഈ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ഉത്തരമേഖല IG വിമലാദിത്യയോട് ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല നൽകി. SP മോഹനചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പുതിയ സംഘം കേസിന്റെ തുടർ നടപടികൾ നിർവഹിക്കും. ഡോക്ടർ റാമിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നിയമ നടപടികളിലേക്ക് അന്വേഷണ സംഘം അതിവേഗത്തിൽ കടക്കുകയാണ്. പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാകുകയുള്ളൂ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും CPM സ്ഥാപക നേതാക്കളിലൊരാളുമായ VS അച്യുതാനന്ദന്റെ 1ാം അനുസ്മരണ ദിനം സമുചിതമായി ആചരിച്ചു കേരളം. VS അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ VSന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കാൻ ആയിരങ്ങളാണ് ആലപ്പുഴയിലേക്ക് ഒഴുകിയെത്തുന്നത്. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മണ്ണായി അലിഞ്ഞു ചേർന്നിട്ടും ജ്വലിച്ചു നിൽക്കുന്ന ആ വിപ്ലവകാരിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ വലിയ ചുടുകാട് വീണ്ടും ആ മുദ്രാവാക്യം വിളികളാൽ മുഖരിതമായി. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, VS എന്ന കേരളം കണ്ട എക്കാലത്തെ മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഓർമ്മകളുമായി സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പ്രവർത്തകരാണ് ആലപ്പുഴയിലെ ചരിത്രമുറങ്ങുന്ന വലിയ ചുടുകാട്ടിലേക്ക് ഒഴുകിയെത്തിയത്. രാവിലെ 9 മണിയോടെ പതാക ഉയർത്തലും VSനായി പ്രത്യേകം നിർമ്മിച്ച സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ CS സുജാത, TM തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പുറമെ VSന്റെ കുടുംബവും ചടങ്ങിൽ പങ്കെടുത്തു. VSന്റെ വേലിക്കകത്ത് വീട്ടിൽ അദ്ദേഹത്തിന്റെ അർദ്ധകായ പ്രതിമയുടെ അനാച്ഛാദനവും നടന്നു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. VS കേരളം കണ്ട ബുദ്ധിശാലിയായ വിപ്ലവകാരിയായിരുന്നുവെന്നും VSന്റെ ഓർമ്മകൾ കേരള സർക്കാരുകൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് കരുത്തായി മാറുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ആദരവ് നേടിയ ആ നേട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച കേരളത്തിലെ വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് VS. ബഹുജന റാലിക്ക് ശേഷം വൈകുന്നേരം 5 മണിക്ക് വലിയ ചുടുകാട്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രവർത്തകർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട CPM VS എന്ന ജനകീയ നേതാവിന്റെ ഓർമ്മകൾ തിരിച്ചുവരവിലുള്ള കരുത്തായി ഏറ്റെടുക്കുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികത്തിൽ അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ സ്മരണകൾ പങ്കുവച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ VS എന്നത് കേവലം ഒരു വ്യക്തിയുടെ പേരല്ലെന്നും മറിച്ച് അതൊരു കാലഘട്ടത്തിന്റെ പ്രതിരൂപമാണെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. കേരളത്തിന്റെ സാമൂഹിക മനസ്സാക്ഷിയെ ഉണർത്തി നിർത്തുന്ന ഒരു വലിയ ഊർജ്ജമായി സഖാവിന്റെ സ്മരണകൾ ഇന്നും നിലനിൽക്കുന്നുവെന്നും പിണറായി കൂട്ടിച്ചേർത്തു.
മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഓർമ്മകൾക്കായി ഇന്ന് ഒരാണ്ട് തികയുമ്പോൾ ഇന്നോളം കണ്ടിട്ടില്ലാത്ത പോരാട്ടത്തിന്റെയും സമരവീര്യത്തിന്റെയും ആൾരൂപമായി ജനം നെഞ്ചിലേറ്റിയ രണ്ടക്ഷരമായി മാറുകയാണ് അത്. പാർട്ടിക്ക് പിഴച്ചു പോയപ്പോഴൊക്കെ VS നടത്തിയ ആശയ സമരങ്ങളുടെ ചരിത്രം തന്നെയാണ് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ CPM എങ്ങനെയാകണം എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. കമ്മ്യൂണിസത്തിന്റെ ക്ലാസിക്കൽ കാലത്തിന് ശേഷവും പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിച്ച് നടന്നു നീങ്ങിയ VS എന്ന ഒറ്റയാൻ എന്നും കേരള രാഷ്ട്രീയത്തിലെ വിസ്മയമായിരുന്നു. സമര തീച്ചൂളയിലെ കനൽ വഴികളിലൂടെ ഈ മനുഷ്യൻ നടന്നു നീങ്ങിയത് ഒരു നൂറ്റാണ്ട് കാലം. പ്രകൃതിക്കും പരിസ്ഥിതിക്കും പ്രസ്ഥാനത്തിനും വേണ്ടി അവസാന ശ്വാസം വരെയും പൊരുതിയ നേതാവ്. അധ്വാനത്തിന്റെ കറകളഞ്ഞ പാരമ്പര്യമുള്ള പോരാളി. ഒരു ഘട്ടത്തിൽ പോലും പതറിയില്ല. ഒരു ജനസാഗരത്തെ ആകർഷിക്കാനും സാധാരണക്കാരനുമായി സംവദിക്കാനുമുള്ള കഴിവ് അയാളെ ജനനായകനാക്കി മാറ്റി. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണ് എന്റെ യൗവനം. ആജ്ഞാശക്തിയിലും ഭീഷണിയുടെ സ്വരത്തിലുമല്ലാതെയും നേതാവാകാൻ കഴിയുമെന്ന് തെളിയിച്ചു. പാർട്ടിക്കുള്ളിൽ VS നടത്തിയ ആശയ സമരങ്ങളുടെ ചരിത്രം CPM എങ്ങനെയാകണമെന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അകലുന്നു എന്നല്ല, പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്നു എന്ന് പണ്ടേ കാട്ടിക്കൊടുത്ത നേതാവ്. അപ്പോഴും അവർ അച്ചടക്കത്തിന്റെ മൂക്കുകയറിട്ട് ആ തീക്കനലിനെ അടിച്ചമർത്താൻ ശ്രമിച്ചു. പിന്നെ അവർ തോറ്റു തുന്നമ്പാടി മാറി നിന്നു. എന്നിട്ടും പാർട്ടി വിരുദ്ധ മാനസികാവസ്ഥയെന്ന് മുദ്രകുത്തി പടനായകനെ പടിയിറക്കാൻ ശ്രമിച്ചു. ഏതാനും പേർ തീരുമാനിക്കുന്ന നിലപാടുകൾ പാർട്ടിയുടെ ശരികളായി മാറുമ്പോൾ അതിനെ തിരുത്താനുള്ള ചങ്കുറപ്പ് പാർട്ടിയിൽ ഇന്നോളം പിന്നെ കണ്ടതുമില്ല. 10 വർഷത്തെ തുടർഭരണത്തിനൊടുവിൽ പ്രസ്ഥാനം എന്ത് നേടിയെന്ന് നട്ടെല്ലുയർത്തി ചോദിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവും ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല. VS ആയിരുന്നു ശരിയെന്ന് കാട്ടിക്കൊടുക്കാൻ ജനമന്ന് തെരുവിലിറങ്ങിയപ്പോൾ തോറ്റുപോയ പ്രസ്ഥാനം പിന്നെയും തോൽവികൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു. തിരുത്താൻ തയ്യാറാകാത്ത പാർട്ടിയെ ഒടുവിൽ ജനം ഒറ്റ മനസ്സോടെ മുന്നിട്ടിറങ്ങി തിരുത്തിച്ചു. ചെങ്കോട്ടകൾ നെടുകെ പിളർന്ന കൊടുങ്കാറ്റിൽ തകർന്നടിഞ്ഞ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങി തല ഉയർത്താനാകാതെ നിൽക്കുന്നു. പാർട്ടിയെ നയിക്കാനും പ്രതിപക്ഷ നേതാവാകാനും യോഗ്യതയില്ലെന്ന് കാട്ടി നേതൃത്വത്തിന് നേരെ അണികൾ കല്ലെറിയുമ്പോൾ പ്രസ്ഥാനം ഇപ്പോഴും തിരയുന്നത് ഏത് തരംഗത്തിലും ഉലയാതെ മുന്നിൽ നിന്ന് നയിച്ച VS എന്ന തിരുത്തൽ ശക്തിയെയാണ്. അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്. സിക്കിമിലെ നാംചി ജില്ലയിലെ സമർദുങ്ങിൽ തുരങ്ക നിർമ്മാണ സൈറ്റിലുണ്ടായ മണ്ണിടിച്ചിലും മീഥെയ്ൻ വാതക ചോർച്ചയിലും 8 തൊഴിലാളികൾ മരിച്ചു. കോട്ടയം സ്വദേശി ഉൾപ്പെടെ നിരവധി പേരെ കാണാതായിട്ടുണ്ട്. ജിയോളജിസ്റ്റും NHPC സീനിയർ മാനേജറുമായ അനീഷ് മോഹനെയാണ് കാണാതായത്. മണ്ണ് വീണ് തുരങ്കത്തിന്റെ കവാടം അടഞ്ഞ നിലയിലായതിനാൽ തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ ദുഷ്കരമായി തുടരുകയാണ്. ഉള്ളിൽ കുടുങ്ങിയവരുടെ എണ്ണം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നും തുരങ്കത്തിനുള്ളിലെ മീഥെയ്ൻ ഗ്യാസ് ചോർച്ച രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. NDRF, SDRF, ലോക്കൽ പോലീസ് എന്നിവർ സംയുക്തമായിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ടീസ്റ്റാ സ്റ്റേജ് 6 ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ സമർദുങ് തുരങ്കത്തിന്റെ പ്രവേശന കവാടത്തിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. ദേശാഭിമാനി വാരാന്ത പതിപ്പ് ഒഴിവാക്കിയ കള്ളൻ വിജയൻ ലേഖനം സാമൂഹിക മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചു. ലേഖനം എഴുതിയ TC രാജേഷ് തന്നെയാണ് ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. തലക്കെട്ടിൽ വന്ന ജാഗ്രതക്കുറവിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജേഷ് ഫീച്ചർ പങ്കുവച്ചിരിക്കുന്നത്. അതേസമയം ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ KR അജയനെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. തിരുവനന്തപുരം പുല്ലാംപാറയിലെ നാടക ഗ്രാമത്തെക്കുറിച്ചും അവിടുത്തെ പ്രശസ്ത നാടക കലാകാരനായ വിജയനെക്കുറിച്ചുമുള്ളതായിരുന്നു TC രാജേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. നാടകവേദിയിലെ കള്ളൻ എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ വിജയന് പിന്നീട് ആ പേരിൽ തന്നെയാണ് മേൽവിലാസം പോലും. ഈ പശ്ചാത്തലത്തിലാണ് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് ലേഖനത്തിന് നൽകിയതെന്നാണ് വിശദീകരണം. എന്നാൽ തലക്കെട്ടിലുണ്ടായ ജാഗ്രതക്കുറവിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് രാജേഷ് ഈ ലേഖനം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ടിക്കും പത്രത്തിനും അവമതിപ്പുണ്ടാക്കിയെന്ന് കാണിച്ച് ന്യൂസ് എഡിറ്റർ KR അജയനോട് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ M സ്വരാജ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. തിങ്കളാഴ്ച തന്നെ വിശദീകരണം നൽകണമെന്നായിരുന്നു നോട്ടീസിലുള്ളത്. കള്ളൻ വിജയൻ ഫീച്ചറിൽ പാർട്ടി വിരുദ്ധത ഇല്ലെന്നും തലക്കെട്ടിൽ പ്രശ്നമുള്ളതായി തോന്നുന്നില്ലെന്നും അജയൻ മറുപടിയും നൽകിയിട്ടുണ്ട്.
എന്നാൽ അജയനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കും എന്നാണ് സൂചന. ഞായറാഴ്ച പുറത്തിറങ്ങേണ്ടിയിരുന്ന വാരാന്ത പതിപ്പിലാണ് വിവാദ ഫീച്ചർ ഉണ്ടായിരുന്നത്. മുഴങ്ങുന്നിപ്പോഴും ആ കടലിരമ്പം എന്ന പേരിൽ VS-നെ കുറിച്ചുള്ള KV സുധാകരന്റെ ഓർമ്മക്കുറിപ്പാണ് വാരാന്ത പതിപ്പിന്റെ മുഖലേഖനമായിരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. താരസംഘടന അമ്മയിലെ പ്രശ്നങ്ങളിൽ പ്രതികരണവുമായി വീണ്ടും ശ്വേതാ മേനോൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയർ താനുള്ളിടത്തോളം അമ്മയുടെ തലപ്പത്ത് വരില്ലെന്ന് ശ്വേതാ മേനോൻ. താൻ ഉയർത്തിയ യഥാർത്ഥ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. പിഷാരടി ഉൾപ്പെടെ അംഗീകരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ചിലർ മാത്രം തനിക്കെതിരെ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്നും ശ്വേതാ മേനോൻ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു ശ്വേതാ മേനോന്റെ പ്രതികരണം. രാഷ്ട്രീയവും മതവും വർഗീയതയും കൊണ്ടുവന്ന് സംഘടനയെ വിഭജിക്കാൻ ശ്രമിക്കരുത്. വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ശ്വേതാ മേനോൻ പറയുന്നു. നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും മൂലധന ചെലവുകൾ നടത്തുന്നതിനും വഖഫ് ബോർഡിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് സുപ്രീം കോടതി നീക്കം ചെയ്തു. ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ജോയിന്റ് സെക്രട്ടറിയുടെ കർശന മേൽനോട്ടത്തിലായിരിക്കണമെന്ന നിർദ്ദേശവും സുപ്രീം കോടതി റദ്ദാക്കി. പ്രധാന ഹർജികളിൽ ഇരുപക്ഷത്തിനും സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യമായ സമയം നൽകി കേസ് എത്രയും വേഗം കേൾക്കാൻ ഹൈക്കോടതിയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ഭേദഗതി ചെയ്ത വഖഫ് നിയമപ്രകാരം 2 അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താതെയാണ് നിലവിലെ ബോർഡ് രൂപീകരിച്ചതെന്നാരോപിച്ച് സമർപ്പിക്കപ്പെട്ട ഹർജികളിലാണ് ഹൈക്കോടതി വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇതിനെതിരെ വഖഫ് ബോർഡ് നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായ 10ാം ദിവസവും ഇറാനിലേക്ക് കനത്ത വ്യോമാക്രമണം നടത്തിയ അമേരിക്ക സിറിക്, ബന്ദറാബാസ്, കൊണാർക്ക്, ചബഹാർ, ഖുഷം ദ്വീപുകളിലടക്കം വൻ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഗൾഫ് മേഖലയിലെ US ബേസുകൾ ലക്ഷ്യമിട്ട് കനത്ത തിരിച്ചടി നൽകിയെന്ന് IRGC അവകാശപ്പെട്ടു. കുവൈറ്റിലെ മിസൈൽ സിസ്റ്റവും ഒമാൻ തീരത്ത് ടാങ്കറും ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ തീപിടിച്ച 2 എണ്ണ ടാങ്കറുകൾ ഇപ്പോഴും കത്തുകയാണ്. അതേസമയം കൊല്ലപ്പെട്ട US സൈനികരുടെ ജീവന് ഇറാൻ 10 മടങ്ങ് വില നൽകേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പും നൽകി. ശബരിമല തന്ത്രസ്ഥാനത്ത് പുതിയ മാറ്റത്തിന് വഴിയൊരുങ്ങുന്നു. കണ്ഠരര് രാജീവർക്ക് പകരം മകൻ കണ്ഠരര് ബ്രഹ്മദത്തനെ പുതിയ തന്ത്രിയായി നിയോഗിച്ചേക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറി നിൽക്കാൻ രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയതിനെ തുടർന്ന് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കോടതി അനുമതി ലഭിച്ചാൽ വരുന്ന ചിങ്ങമാസ പൂജകൾ മുതൽ ബ്രഹ്മദത്തനാകും പുതിയ തന്ത്രി. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം തന്ത്രസ്ഥാനത്ത് നിന്ന് മാറാൻ അനുവദിക്കണമെന്ന് കണ്ഠരര് രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ബോർഡ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത്. കോടതിയുടെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനമുണ്ടായാൽ ഇത്തവണത്തെ ചിങ്ങമാസ പൂജകൾക്കായി നട തുറക്കുന്ന ആഗസ്റ്റ് 16 മുതൽ കണ്ഠരര് ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയായി ചുമതലയേൽക്കും. കൂടാതെ വരാനിരിക്കുന്ന മേൽശാന്തി റിക്രൂട്ട്മെന്റ് ബോർഡിലേക്കും ബ്രഹ്മദത്തനെ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് വിവരം. ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു മലയാള വർഷത്തിൽ ടേൺ അടിസ്ഥാനത്തിലാണ് താഴ്മൺ മഠത്തിലെ 2 കുടുംബങ്ങൾ ശബരിമലയിൽ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. നിലവിൽ മുതിർന്ന തന്ത്രി കണ്ഠരര് മോഹനരുടെ മകൻ കണ്ഠരര് മഹേഷ് മോഹനരാണ് തന്ത്രസ്ഥാനത്തുള്ളത്. അദ്ദേഹത്തിന്റെ കാലാവധി ആഗസ്റ്റ് 2 നടക്കുന്ന നിറപുത്തരി പൂജകളോടെ പൂർത്തിയാകും. തുടർന്ന് വരുന്ന അടുത്ത ടേണിലാണ് ബ്രഹ്മദത്തന് അവസരമൊരുങ്ങുന്നത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. അർജന്റീനയെ തോൽപ്പിച്ച് 2026 ഫിഫ ലോകകപ്പ് സ്വന്തമാക്കിയ സ്പെയിൻ ദേശീയ ഫുട്ബോൾ ടീമിന് സ്വന്തം നാട്ടിൽ വൻ വരവേൽപ്പ്. കിരീടവുമായി തിരിച്ചെത്തിയ ടീമിനെ സ്പാനിഷ് രാജകുടുംബവും പ്രധാനമന്ത്രിയും മാഡ്രിഡിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. സാസ്വേല കൊട്ടാരത്തിൽ വെച്ച് രാജാവ് ഫിലിപ്പ് 6 രാജ്ഞി ലെറ്റീസിയ, രാജകുമാരിമാരായ ലിയോണോർ, സോഫിയ എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസുമായും ടീം കൂടിക്കാഴ്ച നടത്തി. ഓപ്പൺ ടോപ്പ് ബസ് പരേഡിൽ 10 ലക്ഷത്തിലേറെ ആരാധകരാണ് പങ്കെടുത്തത്. സിബെലസ് സ്ക്വയറിലാണ് ആഘോഷങ്ങൾ സമാപിച്ചത്. പുരുഷ ടീമിന്റെ കൂടി നേട്ടത്തോടെ ഫിഫയുടെ പുരുഷ വനിതാ ലോകകപ്പ് കിരീടങ്ങൾ ഒരേ സമയം കൈവശമുള്ള ആദ്യ രാജ്യമായി സ്പെയിൻ മാറി. അർജന്റീനയുടെ ഫിഫ ലോകകപ്പ് ഫൈനൽ തോൽവിക്ക് പിന്നാലെ ലയണൽ മെസ്സിയുടെ വൈകാരിക കുറിപ്പ്. പരാജയത്തിന്റെ വേദന അതികഠിനമെന്നും മുറിവുണങ്ങാൻ സമയമെടുക്കുമെന്നും ഇൻസ്റ്റയിലാണ് മെസ്സി പങ്കുവച്ചത്. പോസ്റ്റിൽ ആരാധകർക്ക് നന്ദി അറിയിക്കുകയും സ്പെയിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർച്ചയായ 2ാം ലോകകപ്പ് ഫൈനലിൽ കളിക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ലോകകപ്പിന് ശേഷം ക്ലബ് ഫുട്ബോളിലേക്ക് മടങ്ങുന്ന താരം ജൂലൈ 23 ഷിക്കാഗോ ഫയർ FCക്കെതിരെയുള്ള മേജർ ലീഗ് സോക്കർ മത്സരത്തിലും തുടർന്ന് ജൂലൈ 26 CF മോൺട്രിയലിനെതിരെയുള്ള മത്സരത്തിലും ഇന്റർ മയാമിക്കായി കളത്തിലിറങ്ങുന്നുണ്ട്. റിപ്പോർട്ടോടെ വാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.